കേട്ടുകേൾവി പോലുമില്ലാത്ത അതിക്രൂരമായ കൊലപാതകങ്ങളുടെ നാടായി ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം മാറുകയാണ്. സ്വന്തം അമ്മയെയോ പെങ്ങളെയോ സ്വന്തം കുടുംബാംഗങ്ങളെയോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കാതെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന നിരവധി വാർത്തകൾ ദിനം പ്രതി നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുമ്പോൾ വിലപിക്കുകയല്ലാതെ അതിനപ്പുറത്ത് നമുക്ക് എങ്ങനെയാണ് ഈ പ്രതിസന്ധി കാലത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നത്? ബന്ധങ്ങളുടെ മൂല്യം നഷ്ടപ്പെടുന്ന, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു ഡ്രഗ്സിൻ്റെയും ഒക്കെ നാടായി നമ്മുടെ കേരളം മാറുമ്പോൾ അവിടെ കൃത്യമായി ഭരണ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾക്ക് അതിനെ തടയാൻ സാധിക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, നമുക്കെല്ലാവർക്കും എങ്ങനെയാണ് സുരക്ഷിതമായി ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത്? എന്താണ് മലയാളിക്ക് സംഭവിച്ചത്? മൃഗങ്ങൾക്ക് സമാനമായി നമ്മളുടെ മാനസിക നില എങ്ങനെയാണ് ഇങ്ങനെ ഇരുണ്ട കാലത്തെ പോലെ രൂപപ്പെട്ടത്? അതിനാരാണ് ഉത്തരവാദി? എന്താണ് പ്രതിവിധി? ഈ വിഷയമാണ് ദ ഷക്കീന ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് നിതിൻ ജോസ്. എൻ്റെ കൂടെയുള്ളത് ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കരാം. അദ്ദേഹം തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ഒപ്പം കൂടെയുള്ളത് അധ്യാപികയും സാമൂഹ്യ നിരീക്ഷയുമായ പ്രൊഫസർ ഡോക്ടർ മേരി റെജീന. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഡോക്ടർ മേരി റെജീന, നമ്മളുടെ കാലത്തെ നമ്മൾ അല്പം ആശങ്കയോടെ തന്നെ കാണേണ്ട ഒരു കാലമെന്ന് പറയാൻ സാധിക്കും. നമ്മൾ ടെലിവിഷനിലും പത്രങ്ങളിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ മുമ്പെങ്ങും കേൾക്കാത്ത വിധം അല്ലേ, സ്വന്തം 2 വയസ്സുകാരിയെ അമ്മ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന വാർത്തയും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് AR റഫനെ പോലുള്ള ഒരു കുടുംബത്തിന് 5 പേരെ അല്ലെങ്കിൽ 4 പേരെ ഒരു ചെയിൻ ആയിട്ട് കൊലപാതകം നടത്തുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട് ഒരു മനസാക്ഷി മരവിച്ചൊരു നാടായി നമ്മുടെ കേരളം മാറുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നെന്ന് നമ്മൾ അറിയപ്പെടുന്നു. അത് പോസിറ്റീവ്, മറ്റൊരു സൈഡിൽ അത് അത്രയും കൃത്യമായ റിപ്പോർട്ടിംഗ് കൊണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം. എന്നിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, മുമ്പ് നമ്മൾ കണ്ട പോലെയുള്ള ഒരു കൊലപാതക ഒരു സാഹചര്യമല്ല നമ്മൾ കാണുന്നത്. ഈ നാട് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ പറയേണ്ട ഒരു സാഹചര്യം അല്ലേ? അങ്ങനെ തന്നെയല്ലേ അങ്ങനെ നോക്കിക്കാണേണ്ടത്? അതെ അതെ അതെ, വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ദിവസവും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സാഹചര്യങ്ങളും അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്കും കൊല കടന്നു വരുന്നു, ക്രൈം കടന്നു വരുന്നു. അല്ലാതെ ശത്രുക്കളായിട്ടല്ല. പണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വൈരാഗ്യമുള്ളപ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വയം രക്ഷാർത്ഥമൊക്കെ കടന്നു വന്നിരുന്ന സംഭവങ്ങൾ ഇപ്പോൾ വളരെ അടുത്ത ബന്ധുക്കൾ തമ്മിലാണ് നടക്കുന്നത്, അല്ലാതെ അപരിചിതർ തമ്മിലല്ല എന്നുള്ളത് കേൾക്കുമ്പോൾ അതിൽ വളരെ ഒരു ആശങ്കയും. അപ്പം എന്താണ്, ഒന്ന് പറഞ്ഞാൽ രണ്ടിന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറിയാൽ ഒക്കെ നടക്കുന്നത് കൊലപാതകം. ഡയറക്റ്റായിട്ട് ഒരു എന്താ പറയുക, പണ്ടൊക്കെ ഒന്ന് ഒച്ചയെടുക്കും, വഴക്കുണ്ടാക്കും, അയൽവാസികൾ കേൾക്കും. ഇതൊന്നും നടക്കുന്നതിന് മുന്നേ ഇവിടെ കൊല നടന്നു കഴിഞ്ഞു. നാച്ചുറലായിട്ട് പണ്ടുണ്ടായിട്ടുള്ള ഒരുപാട് റിയാക്ഷൻസ്. തീർച്ചയായും 2 വ്യക്തികൾ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഞാൻ വിചാരിക്കുന്ന പോലെ എന്നോട് നിതിനെപ്പോഴും പെരുമാറാൻ സാധിച്ചു എന്ന് വരില്ല, അല്ലെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ചിലപ്പോൾ ബന്ധുക്കൾക്ക് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ ഒരു 100 രൂപ കടം കിട്ടാത്തതിട്ടോ 100 അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇന്ന് ഈ കൊലപാതകം നടക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ, പിന്നെ അല്ലാതെ ഉണ്ട് വളരെ അപരിചിതർ തമ്മിൽ റോഡിൽ ഒരു സൈഡ് കൊടുക്കാത്തതിൻ്റെ തർക്കത്തിൽ വീടുകളിലേക്ക് കയറി ചെന്ന് വയോജനങ്ങളെ ഉപദ്രവിക്കുന്നത് പണ്ട് കേൾക്കുന്ന ഒരു സ്റ്റോറീസാണ്. പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയമാണ്. സ്വന്തം വീടിനുള്ളിലിരിക്കാനും ഭയമാണ്, റോഡിൽ കൂടെ നടക്കാനും ഭയമാണ്, കാറ് ഡ്രൈവ് ചെയ്യാനും ഭയമാണ്. എല്ലാത്തിനും ഒരു ഭയമാണ്. കാരണം ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇൻ റിലേഷൻ ടു അതേഴ്സ് അവരെങ്ങനെ അത് ഉൾക്കൊള്ളുന്നു, അവരെങ്ങനെ അതിന് റിയാക്ട് ചെയ്യും, പ്രതികരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ വയലന്റ് ആയിട്ടാണ് പ്രതികരിക്കുന്നത്. ഏറ്റുവാങ്ങും. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ഈ ഡ്രഗ്സിന്റെയും അത് കേൾക്കുമ്പോൾ അതിലും ഭയ. കാരണം സത്യത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അഭിമാനത്തിന്റെ ഒരു ഭയം ഉണ്ടല്ലോ. നമ്മളുടെ മാനം കവർന്നെടുക്കപ്പെടുമോ എന്നുള്ളത്. അതിപ്പം നമ്മുടെ ശരീരത്തിലൊന്ന് തൊട്ടാലും നമ്മൾ നോക്കിയാൽ ആ നിയമത്തിൽ പറയുന്ന പോലെ തന്നെ പല രീതിയിൽ നമുക്കുള്ള ഭയങ്ങളുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ജീവിക്കാൻ തന്നെ ഭയമായിരിക്കുന്ന, ജീവിതത്തിലെ സാധാരണ പ്രവൃത്തികൾ ചെയ്യുന്നത് തന്നെ മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെ ഒരു അരക്ഷിതാവസ്ഥ ഉള്ള ഒരു ലോകത്തിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ
അറിയില്ല. മൊത്തം സിസ്റ്റം മാറി, വ്യവസ്ഥകൾ മാറി, കൂട്ടുകുടുംബ വ്യവസ്ഥകൾ മാറി, ആർക്കും ആരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോകമായി മാറി. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഒരു അസഹിഷ്ണുത കൂടി എന്നൊക്കെ നമുക്ക് ഒരുപാട് റീസൺസ് പറയാമെങ്കിലും പിന്നെ സിനിമകൾ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളും ഒക്കെ അവരെ അതിനെ പ്രേരിപ്പിക്കുന്നു. ഭയമാണ്. ഇങ്ങനൊരു ഭയമുള്ളൊരു സമൂഹമായി നമ്മൾ എങ്ങനെയാണ് മാറുന്നത്? അതൊരു മാനസികാരോഗ്യവുമായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംവിധാനം രൂപപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രതിസന്ധിയായിട്ടോ എങ്ങനെയാണ് നമ്മൾ ശരിക്കും എങ്ങനെയാണ് നമുക്കാകാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം, അതിനെ അങ്ങ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് ഇതിനെ വായിച്ചെടുക്കുക? മനുഷ്യൻ്റെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും എടുത്താലും ഒരു മനുഷ്യജീവിയാണ് ഏറ്റവും വീക്കായിട്ടുള്ള ഇൻഡിവിജ്വൽ. കാരണം ഒരു മനുഷ്യൻ നടന്നു തുടങ്ങണമെങ്കിൽ 18 മാസം എടുക്കും. ആട് പ്രസവിച്ചാലും അല്ലെങ്കിൽ പശുവൊക്കെ പ്രസവിച്ചാൽ പെട്ടെന്ന് നടക്കും. അപ്പോൾ മാൻ ഈസ് എ ട്രെയിനബിൾ ഇൻഡിവിജ്വൽ. അപ്പം നമ്മളെങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ ആനിമൽ എന്ന് പറയുന്ന മനുഷ്യനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ ട്രെയിൻ യുവർ ബ്രെയിൻ. ഇന്ന് ആളുകൾ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു പടി കടന്ന് ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ബ്രെയിൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു രൂപീകരണത്തിൽ കാര്യമായ സോഷ്യൽ സെനേരിയോ, പേഴ്സണൽ സെനേരിയോസിലൊക്കെ വളരെ കൃത്യമായ മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസ്, പണ്ടൊരു വീട്ടിൽ ഒരു കേക്ക് കൊണ്ടുവന്നാൽ അത് മുറിക്കുമ്പോൾ 5 പേരും നോക്കുകയാണ് കറക്റ്റ് മില്ലിമീറ്ററിലാണോ മുറിക്കൽ നടക്കണേന്ന്. ഇന്ന് അങ്ങനെയില്ല, കേക്ക് മൊത്തം എൻ്റെയാണ്. അത് തന്നെ. അപ്പോൾ അത് ഒരു സെനേരിയോ ഫോർമേഷൻ അങ്ങനെയാണ്. അപ്പോൾ അത് മനുഷ്യനും 2 വ്യക്തികൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ. നമുക്ക് വേണമെങ്കിൽ കുറേ ഹേർഡ് ഓഫ് അനിമൽസിനെ വളർത്താം, പശുവിനെ ആടിനെയൊക്കെ വളർത്താം. പക്ഷെ 2 വ്യക്തികൾ സമാധാനമായി ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അപ്പം അങ്ങനത്തെയുള്ള പരിശീലനങ്ങൾ നമ്മുടെ ഭാഗത്ത് നടക്കണില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം നമ്മൾ പാരൻസൊക്കെ പിള്ളേരോട് പറയണ 2 അക്ഷരം പഠിച്ച് വേഗം മാർക്ക് മേടിച്ച് പെട്ടെന്ന് രക്ഷപ്പെട്ടോ. പക്ഷെ ഈ മാർക്ക് മേടിച്ചവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സും നടക്കണത്. അപ്പൊ ആ ഒരു ഫോർമേഷന്റെ പ്രധാനപ്പെട്ട ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇത്തരത്തിലുള്ള കാര്യം. പിന്നെ അത് അങ്ങനെ അഭിപ്രായം അങ്ങ് പങ്കുവെക്കുമ്പോൾ അത് ഏതെങ്കിലും ജനറേഷന്റെ പ്രശ്നമായിട്ടാണോ അങ്ങ് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജനറേഷൻ ഉണ്ടായ ഒരു ചേഞ്ചിലാണോ അങ്ങനെ സംഭവിക്കുക? ജനറേഷനിൽ ചേഞ്ച് ഉണ്ട്. കൃത്യമായും ഒരു പുതിയൊരു ജനറേഷന്റെ ഫോർമേഷനിൽ ആ പുതിയ ജനറേഷൻ കുറെ നന്മകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. കാരണം ഭയങ്കര ഇൻക്ലൂസീവാണ്, എല്ലാവരെയും ഉൾക്കൊള്ളാനും, ഏത് കാസ്റ്റ്, ക്രീഡ് അല്ലെങ്കിൽ ഡിസേബിൾഡ് അവരെയൊക്കെ ഉൾക്കൊള്ളുന്ന പല നന്മകളുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളെ സമ്മതിച്ചേ പറ്റൂ. കാരണം ഈ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് പേടിയാണ് ആരാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. കുഴപ്പമില്ല, പണ്ട് നമുക്കറിയാം, ക്ലാസ് ടീച്ചറിനറിയാം ഞാൻ എത്ര ചീത്ത പറഞ്ഞാലും ആരും ഒന്നും പറയില്ല. ഇന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ നേരത്തെ ചില കേസിലൊക്കെ കണ്ട പറഞ്ഞ എൻ്റെ പള്ളക്ക് കത്തി കയറ്റുമോ എന്ന് ടീച്ചർ പേടിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്നിട്ട് ടീച്ചർമാരൊക്കെ ഫോർമേഷൻ മാറ്റി. എനിക്ക് ശമ്പളം തരുന്നത് പഠിപ്പിക്കാനാണ്, ഞാൻ ആ അക്കാഡമിക് കാര്യങ്ങൾ പറയുന്നു, ബാക്കിയൊക്കെ നീ എന്ത് വേണേലും ചെയ്തോ. അപ്പൊ ഒരു ആ ഫോർമേഷൻ ഇല്ല ശരിക്കും പറഞ്ഞു. ആ ഒരു ഇപ്പോ ടീച്ചർമാരും എല്ലാവരും ഒരു ഗൂഗിൾ പോലെ ഒരു ഡാറ്റ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ എന്ന് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഫോർമേഷൻ ഹ്യൂമൻ ഫോർമേഷൻ നടക്കണില്ല. അപ്പൊ ഹ്യൂമൻ ഫോർമേഷൻ പരിശീലനത്തിലൂടെയാണല്ലോ ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത്. ആ പരിശീലനത്തിന്റെ കുറവ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കുക തന്നെ വേണം. പിന്നെ എനിക്ക് തോന്നുന്ന വെച്ചാൽ കളികളുടെ കുറവ്. കാരണം ഈ നമ്മളൊക്കെ ഓടിക്കളിക്കുകയും എല്ലാവരും ഒപ്പം പന്ത് കളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവരിപ്പോൾ വരുന്നു, നേരത്തെ വീടുകളിൽ എത്തുന്നു, പേരൻസ് ചിലപ്പം ഉദ്യോഗസ്ഥരായിരിക്കും, താക്കോലെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മൊബൈൽ ഗെയിംസിൽ ഈ വീഡിയോ ഗെയിംസിലേക്കും അവരുടേതായ സ്വകാര്യമായ എന്തൊക്കെയോ കളികളിലേക്കും ഒക്കെ പോകുമ്പോൾ ഈ സോഷ്യലൈസിങ് ഫാക്ടേഴ്സ് എല്ലാം കുറഞ്ഞു വരുന്നില്ലേ? ഈ അച്ഛൻ പറഞ്ഞ പോലെ വെർച്വലായിട്ടുള്ള സോഷ്യലൈസിങ് നടക്കുന്നുണ്ടാവും, പക്ഷെ ഫിസിക്കലായിട്ടുള്ള സോഷ്യലൈസിങ്, അപ്പം മെൻ്റലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടേഴ്സ് ഇതൊക്കെ കുറയുന്നു. ക്ലാസ് റൂമിലും ഈ പറഞ്ഞ പോലെ പിന്നെ ടീച്ചേഴ്സ് അങ്ങനെ പഠിപ്പിക്കുന്നുവെങ്കിലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് സ്കൂളുകൾ മാറുന്നതോടുകൂടി അവിടെയും ഈ എന്താ പറയുക സിലബസ് കൺവേ ചെയ്യപ്പെടലും എക്സാമിനേഷൻ ഓറിയൻറ്റഡും ഈ ഫോർമേഷൻ്റെ മുതിർന്ന സ്റ്റേജിൽ ചെറിയ ക്ലാസ്സിലൊക്കെ കളിക്കുന്നുണ്ടാവും,
ഈ എനിക്കത് വളരെ എനിക്കറിയില്ല, നമ്മുടെ നല്ല സ്കൂളുകളെല്ലാം ചെയ്യുന്നത് സിലബസും എൻട്രൻസും ഒന്നിച്ച് 9ാം ക്ലാസ് മുതലൊക്കെ കൊണ്ട് നടക്കുന്ന സിസ്റ്റത്തിൽ ഇങ്ങനെ പാക്റ്റാണ് അവർ വിത്ത് ഇൻഫർമേഷൻ, നോളജ് ആൻഡ് നോ അതർ സ്കിൽസ്. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നാൽ ഇത് വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ച് അങ്ങനെയൊക്കെ വന്ന ഒരു വളരെ ലക്ഷ്യബോധത്തോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു വരുമ്പോൾ ബ്രെയിനാണോ മൈൻഡാണോ ഇങ്ങനത്തെ എന്താ സോഫ്റ്റ് സ്കിൽസ് അക്വയർ ചെയ്യാതെ പോകുന്നു. പിന്നെ അവരോട് നോ പറയാൻ പറ്റില്ല. വളരെ ചെറുപ്പം മുതൽ നമ്മൾ കാണുന്ന കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഉണ്ടാകുന്ന ഒരു വാശിയുടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഹോർമോൺസിനും ബ്രെയിനിനും ഒക്കെ നമ്മുടെ മനുഷ്യകുലത്തിന് തന്നെയോ സംഭവിക്കുമെന്ന് തോന്നും. പണ്ടൊക്കെ ഇത്ര വാശി പിടിച്ചാലും വല്ലതും സാധിച്ചു കിട്ടുമോ എന്നൊരു സംശയമുള്ളതുകൊണ്ട് ഒരുപാട് വാശിയൊന്നും പിടിക്കില്ലല്ലേ, നല്ല തല്ലും കിട്ടും. അപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലും സ്കൂളിലെ എല്ലാം ഉള്ള ഒരു എന്താ പറയുക ഈ സമ്മർദ്ദത്തിന്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് മറ്റൊരു പെർസ്പെക്റ്റീവ് ഉള്ളത്, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആകുന്നത് അല്ലേ? നമ്മുടെ മുമ്പിൽ ഉള്ള ചുറ്റുപാടുകളാണല്ലോ നമ്മളെ നിയന്ത്രിക്കുക. എൻ്റെ ഒരു റീഡിങ്ങിൽ അത് 2 രീതി സംഭവിക്കുക. ഒന്ന് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം. ഇതാണ് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ സംവിധാനത്തെ, ആ ഒരു സിസ്റ്റം ആണല്ലോ ഫോം ചെയ്യുക. അത് നേരിട്ട് നമുക്ക് പണ്ട് കാലത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളുടെ ചുറ്റുവട്ടം നല്ലതായാൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഫോം ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ അതൊക്കെ നന്നായി കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ വെല്ലുവിളികൾ കുറവായിരുന്നു എന്നൊരു കാലം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാം ദൃശ്യങ്ങളായി വരുന്നൊരു കാലം, എല്ലാം ഡിജിറ്റൽ മീഡിയയിൽ. ഇപ്പം ടീച്ചർ പറഞ്ഞതുപോലെ സോഷ്യലൈസിങ് ഇല്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ഉള്ളൊരു കാലം. അടുത്തുള്ള അരികെയുള്ളവർ അകലെയുള്ളവർ അരികെയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകം മുഴുവൻ ഫോം ചെയ്യപ്പെടുന്ന ഒരു കാലം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സിനിമകൾ നമ്മളെ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു റീസൺ കൂടെ അതിനകത്തുണ്ട്. ഇപ്പം മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ ഒരു പേരിൽ ഒന്നാകുന്നത് കേരളത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സിനിമ കാണാനിടയായി. ആ സിനിമയുടെ വളരെ പശ്ചാത്തലം ഒരു റൈഫിൾ ക്ലബ്ബിലേക്ക് ഒരു പറ്റം ആളുകൾ പോകുന്നു. ആ സിനിമ തുടങ്ങുന്ന അവസാനം വരെ വെടിയൊച്ചകൾ മാത്രമാണ് കാണുക. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 100 കോടിയിലധികം രൂപ ആ സിനിമ കളക്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുക. അപ്പോൾ എൻ്റെ നെഞ്ചിലെ തീ എന്ന് പറയുന്നത് മാർക്കോ പോലുള്ള സിനിമകൾ, റൈഫിൾ ക്ലബ്ബ് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഇത്തരം സിനിമകൾക്ക് നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യത, അത് എന്നെ സംബന്ധിച്ചിടത്ത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സിനിമകളിലെ വയലൻസ് രംഗങ്ങൾക്ക്. ഇപ്പം മാർക്കോ പോലുള്ള സിനിമ ഏറ്റവും വയലൻസ് സിനിമ എന്നുള്ള ടാഗ് ലൈൻ അതൊരു ആഭരണമായി അണിഞ്ഞുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ, ടെലിവിഷൻ സ്ക്രീനിൽ, ടി വിയിലൊക്കെ വന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ ആദ്യം വന്ന സിനിമയാണ്. ടി വിയിൽ OTT റിലീസ് തടയുന്ന സാഹചര്യം, ഗവൺമെൻറ് ഇടപെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ വിഷമം ഇതാണ്, നമ്മളുടെ നാട്ടിൽ ഇത്തരം സിനിമകൾക്കും അത്തരം ക്രൈമുകൾക്കും കിട്ടുന്നൊരു സ്വീകാര്യത. ഇപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒരു സിനിമ തുടരും. അത് ഫാമിലി മുഴുവൻ ഓടിക്കേറുന്നൊരു സിനിമയാണ്. അതിൽ പോലും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം പോലും നമ്മൾ വിലയിരുത്തുമ്പോൾ പോലും ഇതൊക്കെ ഒരു ഫാമിലി കയറി പോവുകയാണ് ഇത് കാണാൻ വേണ്ടി. ബോഗൈൻവില്ല എന്നൊരു സിനിമ, ആ സിനിമയിലാണ് നമ്മൾ വിവാദമായിട്ടുള്ള കുഞ്ചാക്ക ബോബൻ ആമേൻ എന്ന പാട്ടൊക്കെ പാടിയ, ഭൂലോകം സൃഷ്ടിച്ച കർത്താവിനെ സ്തുതിയൊക്കെ പറഞ്ഞ പൈശാചികതയുടെ ആരാധനയുടെ ഏറ്റവും വലിയ താണ്ഡവമാടുന്ന ദൃശ്യങ്ങൾ വരുന്നു. അതിൽ കയ്യും കാലും വിരലുകളുമൊക്കെ അറുത്ത് മാറ്റുന്നത് വളരെ ഗ്ലോറിഫൈ ചെയ്തുള്ള മനോഹരമായ ദൃശ്യങ്ങളുടെ BGMന്റെ താളത്തിൽ വരുന്നു. ഇത്തരം ക്രൈമുകൾ, പ്രത്യേകിച്ച് സൈക്കോ സിനിമകൾ എന്ന് പറയുന്ന ഒരു യോണർ ഓഫ് സിനിമകൾ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ ഉണ്ടാകുന്നു. അതിൽ നമ്മളുടെ ജിത്തു ജോസഫിൻ്റെ ഉൾപ്പെടെയുള്ള സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെട്ട സിനിമകളിലൊന്നായ നമ്മളുടെ ദൃശ്യം സിനിമ പോലും, ദൃശ്യം 1, 2ൻ്റെയൊക്കെ ബേസിൽ പോലും തന്നെ ഒരു കൊലപാതകവും അതിനെ വളരെ മനോഹരമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആളുകൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഈ തിയേറ്ററിൽ ഒരു നമ്മളുടെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ സ്വന്തം കുടുംബാംഗങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും, അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങളെ പോലും, അല്ലെങ്കിൽ ആ പറയുന്ന ആളുകളെ പോലും കൊന്ന് ചോരയിൽ കുളിച്ച് കത്തിയുമായി വരുമ്പോൾ, തോക്കുമായി വരുമ്പോൾ, അതിന് തിയേറ്ററിൽ കിട്ടുന്ന ഒരു കയ്യടി ഉണ്ടല്ലോ ദേവച്ച, അങ്ങനത്തെ കയ്യടികൾ പോലും നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ ഇതൊരു സംതിങ് ഗ്രേറ്റ് ആണെന്നൊരു ഫീൽ ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ഫെയർവെൽ പാർട്ടിയിൽ അനുബന്ധിച്ചൊരു കൊലപാതകം നടന്നപ്പോഴാണല്ലോ നമ്മൾ ഇതെല്ലാം
ചർച്ചയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സെൻസർ ബോർഡിന് ആ സിനിമ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് കത്തെഴുതിയ ആൾ കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യവും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നില്ലേ? നമ്മൾ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഇത്തരം ആളുകളുടെ പെരുമാറ്റത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഡീസെൻസിറ്റൈസേഷൻ നടക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ബേസിക്കലി എല്ലാ മനുഷ്യർക്കും ഒരു എമ്പതി ഉണ്ട്, മറ്റു സഹജീവികളോട് ഒരു എമ്പതി. ഈവൻ മൃഗങ്ങൾക്ക് പോലും ഉണ്ട്. ഒരു നമ്മുടെ വീട്ടിലൊരു പട്ടി ചത്താൽ അതിൻ്റെ പേര് അതിനൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ ഒരു എമ്പതി ബേസിക്കലി ബ്രെയിനിൻ്റെ ഉള്ളിലുള്ളതാണ് മനുഷ്യൻ്റെ. കാരണം അത് സർവൈവലിന് ആവശ്യമാണ് ഒരു സ്പീഷീസിൻ്റെ. പക്ഷേ ഈ എമ്പതിയെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ചെറുപ്പം മുതലേ പിള്ളേർക്ക് കിട്ടും. നമ്മൾ കളിക്കുന്ന വീഡിയോ ഗെയിംസ് വെടിവെച്ചും കുത്തിയൊക്കെയാണ്. അപ്പോൾ വെടിവെക്കുന്നതും കത്തി കൊണ്ട് കുത്തുന്നതും നോർമലാണ് എന്നുള്ള കാര്യം ചെറുപ്പത്തിലേ നമ്മുടെ ഉള്ളിലേക്ക് വരാണ്. അപ്പൊ അടുത്തൊരു ലെവലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പെരുന്നാളിന് പോലും വാങ്ങിച്ചു കൊടുക്കുന്ന തോക്കാണ്. അപ്പൊ അല്ലേ, പൊട്ടാസും തോക്കും ഒക്കെയാണ് നമ്മൾ പെരുന്നാളിന് പോലും വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഡീസെൻസിറ്റൈസ്. അപ്പൊ ഇത്തരം പടങ്ങൾ കാണുമ്പോൾ പണ്ട് നമുക്കൊരു മറ്റേ എയറേറ്റഡ് പടങ്ങളായിരുന്നു ഈ കാര്യങ്ങൾ. അപ്പൊ ഇത് നമ്മള് ഫാമിലി ആയിട്ടാണ് പോയി കാണുന്നത്, മാർക്കോസ് ഫാമിലി ആയിട്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ടി വിയിൽ ചില കാര്യങ്ങൾ നീ കാണണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഫാമിലിയായി നമ്മൾ ഒരുമിച്ച് കാണാം. അപ്പം ഇതിനൊരു നോർമലൈസ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ മനസ്സിൽ അറിയപ്പെടാതെ വരും. നമ്മൾ ഈ ഒരു ദർപ്പണ കോശങ്ങൾ, മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതും നമ്മൾ കാണുമ്പോഴും ബ്രെയിനിന്റെ സെയിം ഏരിയ ആണ് എഫക്റ്റ് ആവുന്നത്. അപ്പം ഞാൻ അവിടെ ഒരു സിനിമാ നടൻ കൊല്ലുന്നത് കാണുമ്പോൾ ഞാൻ കൊലപാതകം ചെയ്യുന്ന അതേ എഫക്റ്റ് ആണ് ബ്രെയിനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രെയിൻ സെൻസിറ്റൈസ്ഡ് ആയി ഇങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക്. അപ്പോൾ രണ്ടാമത് എൻ്റെ ഒരു റിയൽ ലൈഫ് സെനേരിയോയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആക്ടിവിറ്റി ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതാണ് അപ്പൊ ചില കാര്യം പറയില്ല, ഞാൻ മറ്റേ സിനിമയിലെ പോലെയാണ് ഈ കാര്യം ചെയ്തതും എന്നൊക്കെ പറയേണ്ടത്. അപ്പൊ ആ ഒരു ഡീസെൻസിറ്റൈസേഷൻ പൊതുവെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അച്ഛാ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, പ്രത്യേകിച്ച് ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സിനിമയെ നമുക്ക് സിനിമയെ കണ്ടുകൂടെ എന്നൊരു ചോദ്യമാണ് വരിക. സിനിമയെ, അത് സിനിമയാണല്ലോ, അത് ദൃശ്യമാണല്ലോ, നിങ്ങൾ എന്തിനാണ് ദൃശ്യം അനുകരിക്കുന്നത്? അതൊരു സിനിമയാണല്ലോ, അതൊരു ഇമിറ്റേറ്റ് ചെയ്യുന്നതാണല്ലോ, അത് യാഥാർത്ഥ്യമല്ലല്ലോ. നിങ്ങൾക്കത് കാണാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ എങ്ങനെ അറിയില്ല, ഞങ്ങൾ പഠിപ്പിക്കാമെന്നാണ് പല സിനിമാ സംവിധായകർ പോലും ഇത്തരം വിമർശനങ്ങളെ അവർ ആ ഒരു പക്വത ഇൻവെർട്ടർ കോമയിൽ നമ്മൾ വായിക്കുക. എങ്ങനെയാണ് അതിനോടുള്ള അങ്ങയുടെ കമന്റ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രെയിൻ 24 വയസ്സ് വരെയൊക്കെയാണ് അത് വളർച്ച പ്രാപിക്കുന്നത്. അപ്പം നമ്മുടെ യങ് ബ്രെയിനാണ് ഇത്തരം ആക്ടിവിറ്റീസ് കാണുന്നത്. അപ്പം ഒരു കോൺസെപ്റ്റ് ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന കാലഘട്ടമുണ്ട്. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം അതിന് മുമ്പേ ഈ കാര്യങ്ങൾ ഫീഡായി കഴിഞ്ഞു, നമ്മുടെ ബ്രെയിനിൽ ഫീഡായി കഴിഞ്ഞു. അപ്പം നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെ ഫോം ചെയ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഇതിൽ കൃത്യമായ രൂപീകരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചെറിയ പയ്യനോട് ഇത് സിനിമ മാത്രമാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അവനതൊരു റിയലാണ്. അപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല, വലിയ ആളുകൾക്ക്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, തമിഴ് സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ ചില ആളുകൾ രജനീകാന്ത് ഒരു സീനിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ കാണികള് കത്തി എറിഞ്ഞു കൊടുക്കുന്നു. കാരണം അവിടെ അവൻ സിനിമയുടെ ഭാഗമാവുകയാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റീസ് വളരെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. അപ്പൊ നമ്മുടെ അഗ്രഷൻസ് വെന്റ് ഔട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഇതില്ല. ഇന്നിപ്പോ സ്കൂളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി, ഞാൻ 5 കിലോമീറ്റർ നടന്നിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പൊ 5 കിലോമീറ്റർ നടന്നു വരുമ്പോഴേക്ക് ഈ കെലിപ്പൊക്കെ പോയിണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ അവനെ അതേ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കാണ്. അപ്പൊ അവന് വീട്ടിൽ വന്ന ആള് ഇതേ വീഡിയോ ഗെയിം കളിക്കുന്നു. അങ്ങനെ കളിക്കുന്നതിന്റെ ഇടയിലാണ് അനിയൻ വന്ന് ഇത് മേടിക്കുന്നത്. അപ്പൊ ആ അഗ്രഷൻ പിന്നെ അച്ഛാ, എനിക്ക് ഒരു തോന്നലേ, നമ്മുടെ ഇമോഷൻസ് പലതും ഉണ്ട്. നമുക്ക് ദേഷ്യം വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നു സ്വാഭാവികമാണ്, അല്ലെങ്കിൽ ഒരാളോട് അമർഷം തോന്നുക എന്നുള്ളത്. പക്ഷെ അതിങ്ങനെ ഒരു വയലൻസിലേക്ക് മാറുന്നതിൻ്റെ ഇടയിലുള്ള സ്റ്റേജ്, ഈ ഫ്യൂറി ഒന്ന് ലെറ്റ് ഔട്ട് ചെയ്യാൻ ഉള്ള ഒരു കോച്ചിങ്, എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക ഇത്തരം സാഹചര്യങ്ങളിൽ. നമുക്ക് മറ്റൊരാളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികളോ ഭാവങ്ങളോ കാണുമ്പോൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാം എന്നൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് വലിയ കുടുംബങ്ങളും കൂട്ടുകുടുംബ വ്യവസ്ഥയിലും ശിക്ഷ ഉള്ള, നല്ല ഡിസിപ്ലിനിങ് ഉള്ള ശിക്ഷണം ഉണ്ടായിരുന്ന, ആ ശിക്ഷണവും നമുക്ക് ലഭിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഇടയിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ ഇത് ചെയ്തു. ഇതിപ്പം ഇഷ്ടക്കേട് നേരെ വയലൻസ്. ഒരു ഇഷ്ടക്കേട് വന്നാൽ അപ്പൊ പിന്നെ അതിനെ നശിപ്പിക്കുക, ആ ഇഷ്ടക്കേട് ഉണ്ടാക്കിയ ആളെ നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക എന്ന വാക്കൊക്കെ
വലിയ സാഹിത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ Yes. അതാണ് കൊലപാതകം. നമുക്കൊരു ഇഷ്ടക്കേടുണ്ടായി, ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടിയില്ല, അടുത്ത വഴി അതേ ഉള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണ്, എന്നൊരു സംവിധാനമായി അവരുടെ മനസ്സിൽ രൂപപ്പെടുകയാണ്. അതാണ് ഈ കുടുംബത്തിൽ നിന്ന് ലഭിക്കണം. കുടുംബം എന്നുള്ളതിന്റെ ഡെഫിനിഷനും വ്യാപ്തിയും കുടുംബ ബന്ധങ്ങൾ, ഈ പാരന്റ്ഹുഡ് എന്നുള്ളതും പാരന്റിങ് എന്നുള്ളതും പിന്നെ അപ്പനും അമ്മയും മാത്രമല്ലല്ലോ പഴയ കുടുംബത്തിലുള്ളത്. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് കേൾക്കുന്നതേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇഷ്ടമില്ല. പക്ഷെ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് വരില്ല എന്നുള്ളതും, ഇഷ്ടക്കേട് ഉണ്ടായാൽ പോലും എങ്ങനെയൊന്ന് ആശയടക്കാം, അല്ലെങ്കിൽ മനസ്സിലെ ഒതുക്കാം, മനസ്സിനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് ഒന്ന് പറഞ്ഞ് രണ്ടിന് കാറിടിച്ചു കൊല്ലുന്നു, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഈ എറണാകുളത്ത് കാക്കനാട് അപ്പുറത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചതാണ്, കണ്ടതാണ്. അവിടെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ, ഈ ഗ്ലാസ് അങ്ങനത്തെ കുപ്പികൾ, എക്സാക്ട്ലി, പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങൾ, ഇതെല്ലാം തല്ലി പൊട്ടിക്കുക എന്നുള്ള സ്റ്റുഡിയോ ആണ്. അതിന് എൻട്രി ഫീസ് കൊടുത്ത് ആളുകൾ കയറുകയാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ഈ ഇത്തരം അമർഷങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണമെന്നല്ല. അടുക്കളയിൽ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടെന്ന് അറിയുന്ന എങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ സിങ്കിലേക്ക് ഇങ്ങനെ അങ്ങനെയുള്ള അവസരങ്ങളും ഉണ്ട്. അങ്ങനെയായിരുന്നു, തീരുന്നു അതോടുകൂടി. അപ്പന് ദേഷ്യം വരുന്ന എങ്ങനെയാന്ന് ഒരു അലർച്ചയൊക്കെ അലറുക, പിന്നെ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, ചിലപ്പോൾ ഭക്ഷണത്തിന്റെ പാത്രമൊക്കെ എറിഞ്ഞിട്ട് ഫ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അത് പെട്ടെന്നുള്ള അനുഭവത്തിന് അതങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ വീട്ടില് ഒരു കറിപ്പാത്രം ഇങ്ങനെ ഊണുമേശയെന്ന് പറക്കുന്ന ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. ഇപ്പൊ രണ്ടാളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാം. പക്ഷെ അങ്ങനെയെങ്കിലും ഒക്കെ അത് തീരുമായിരുന്നു. അതോടുകൂടി അത് തീരുകയാണ് ആ ഒരു പ്രശ്നം. അതല്ല, ഇത് നേരെ കത്തിയെടുക്കുക. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ ഒരു കാലത്ത് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇത്തരത്തിലുള്ള 65 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അത് 70 പേര് മരിച്ചു. അത് 70 പേരിൽ 37 പേരും ഒരു കുടുംബത്തിലേക്ക് വരും, നമ്മൾ കുടുംബമായിട്ട് ടച്ച് ചെയ്തു. ഇതിലൊരു 60% കേസുകളുടെയും ഒരു പ്രതി എന്ന് പറയുന്നത് അത് അബോധാവസ്ഥയിലുള്ള കൊലപാതകി എന്ന് വെച്ചാൽ അവർ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ്, മദ്യപാനം, ഈ ലഹരി വസ്തുക്കൾ വലിയ രീതിയിൽ ഈ നാട് നശിപ്പിക്കുന്ന ഒരു കാലം നമ്മൾ കൺമുമ്പിൽ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ നന്മകളെയും എല്ലാ സാധ്യതകളെയും അതിൻ്റെ ഉള്ളിലുള്ള ഒരു കച്ചിത്തുരുമ്പാകുന്ന നന്മകളുടെ ഒരു അടരുകളെ പോലും പൊളിച്ചെഴുതി നമ്മളെ ഒരു മൃഗീയതയിലേക്ക് അല്ലെങ്കിൽ ഒരു മൃഗസമാനമായ ഒരു ഫോർമേഷനിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതാണല്ലോ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. MDMA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മറ്റൊരു ലോകത്തേക്ക് ഇവർ പോവുകയാണ്. അച്ഛാ, നമ്മൾ ഇങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അബോധാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ ഈ വേറൊരു തലത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷെ അത് സയന്റിഫിക്കലി തന്നെ അത് തന്നെയല്ലേ അച്ഛാ ഒരു പ്രധാനപ്പെട്ട കാരണമായി അത് തന്നെ വരികയില്ല. ക്രൈമുകളും അഗ്രഷൻസും വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഫയറപ്പ് ചെയ്യുന്നത് ശരിക്കും ഇത് തന്നെയല്ല. അപ്പം ശരിക്കും ഇതിൻ്റെ പ്രശ്ന പരിഹാരത്തിൻ്റെ നമ്മൾ പല തലങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പോലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരി മാഫിയയുടെ വിളയാട്ടം ഈ നാട്ടിൽ അവസാനിപ്പിക്കുക എന്നുകൂടിയാണല്ലോ. നമ്മൾ സാധാരണ ഒരു ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിൽ പറയാം, ലാസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എവല്യൂഷണറി ഇതിൽ പറയാം പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. അതാണ് ബ്രേക്കിംഗ് സിസ്റ്റം. ഇനീഷ്യലി ഒരു ബ്രെയിൻ സ്റ്റം എന്നൊക്കെ പറയുന്ന ഏരിയാസിലാണ് നമ്മുടെ എല്ലാ ആനിമൽസിനുള്ളതാണ്. അതിൻ്റെ കുറച്ചും കൂടി ഇതാണ് അമിഗ്ഡല എന്നൊക്കെ പറയുന്ന ഇമോഷൻ. അതിൻ്റെ മീതെ വരുന്ന ഒരു കോർട്ടിക്കൽ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ നല്ല മോറൽ സ്റ്റാൻഡേർഡിൽ ബിഹേവ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇനിയും സംസാരിക്കാനുള്ളതാണ്, ഇനിയും വരാനുള്ളതാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു മോറൽ സ്റ്റാൻഡേർഡിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഈ സിസ്റ്റത്തെയാണ് ഈ ഡ്രഗ്സ് നിർത്തലാക്കുന്നത്. അതുകൊണ്ടാണ് ഭാര്യയോട് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് കൂടെയുള്ള ആളുകളോട് പറയുമ്പോൾ അവർ നീ 2 പെഗടിച്ച ഈ ആര് പറയാനുള്ള വിഷമം മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവന് ഉള്ള മോറൽ, കാരണം ഭാര്യയോട് നന്നായി പെരുമാറണം, സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല, അസഭ്യം പറയാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം മാറ്റി കിട്ടാണ്. സോ ഹീ ബിക്കംസ് ഫ്രീ ടു ആക്ട് ഓൺ ഇറ്റ്. അവനെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ നോർമലി അയ്യോ എനിക്കും അറിയണ്ടായില്ല, ഞാൻ ഓർക്കണുണ്ടായില്ല എന്ന് പറയുന്ന സംവിധാനം വരാണ്. അപ്പം ഇതെല്ലാം ഈ ഡ്രഗ്സ് മിക്കതിൻ്റെയും ആക്ഷൻ അങ്ങനെയാണ്. സോ ഹീ ലൂസസ് കൺട്രോൾ ഓവർ ആ സെനേരിയോസിൽ. അപ്പോൾ അത് പ്രത്യേകിച്ച് പുതിയ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ പ്രശ്നം
ഒരു ഹാലുസിനേറ്ററി ഇതിലേക്കൊക്കെ പോകാം. അപ്പം അതിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നൊരു തോന്നൽ എനിക്കുണ്ടാവും. അപ്പം നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ കത്തിരുത്ത് കുത്തും, കാരണം നിങ്ങൾ എന്നെ കൊല്ലാൻ വരാനുള്ളൂ, അതിന് മുമ്പേ നിങ്ങളെ തട്ടിക്കളയാന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ ഈ ഡ്രഗ്സ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആൾ ഡ്രഗ് ഉപയോഗിച്ചാലും നമുക്കിന്ന് പ്രശ്നമാണ്. ഇപ്പം എൻ്റെ വീട്ടിലുള്ള ആൾ ഉപയോഗിച്ചില്ലെങ്കിലും അങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസസ് തൊട്ടടുത്തുള്ള ആൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയൽവാസികൾ ഇത് ചെയ്യും. അപ്പോൾ ആ ഡ്രഗ്സിന് വലിയ കൃത്യമായൊരു റോളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഭയങ്കര കോഷ്യസ് ആയിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ. മാത്രമല്ല ഈ ഡ്രഗ് നിർമ്മിക്കുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അത് വിൽക്കുന്ന ആളുകൾ, വിൽക്കുന്ന സംവിധാനങ്ങൾ, സിസ്റ്റങ്ങൾ, അതെന്തുമായിക്കോട്ടെ, അവരുടെ എല്ലാം ഉള്ളിൽ ഇതിനൊരു സാമ്പത്തിക ലാഭത്തിനപ്പുറത്തേക്ക് ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു മൂല്യത്തെ ഇല്ലാതാക്കുക എന്നതുകൂടി ഉണ്ടെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതിൻ്റെ സാമ്പത്തികത്തിനപ്പുറത്തേക്ക് ഇല്ലെങ്കിൽ തന്നെ അതിലേക്കാണ് ശരിക്കും ഈ നാട് നയിക്കുന്നത്. അവർക്കൊരു സാമ്പത്തിക കാര്യമുണ്ടാകാം, നമ്മുടെ കുട്ടികളുടെ എല്ലാ ജന്മസാധ്യതകളും സിദ്ധികളും എല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടെ എല്ലാ കഴിവുകളും ഇല്ലാതാക്കി മനസാക്ഷികൾ മരവിപ്പിച്ച് നമ്മളെ ഒരു മൃഗസമാനമാക്കി നമ്മുടെ കൊലപാതകങ്ങൾ ഉണ്ടാക്കി. ശരിക്കും ഇതൊരു പൈശാചികതയാണെന്ന് ഒറ്റ വാക്കിൽ. മനസാക്ഷി ഇല്ലാത്ത ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് ഭരണകൂടങ്ങൾ മുതൽ അതിന് ഇതാണ്. കാരണം നമുക്കറിയാലോ ഇവിടുത്തെ മദ്യശാലകളും മദ്യവിൽപ്പനയും ആരാണ് നടത്തുന്നത്. തീർച്ചയായും മാത്രമല്ല ഈ സമീപകാലത്ത് ഇതിനൊക്കെ ആരൊക്കെയാണ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, മനസാക്ഷി ഇല്ലാത്ത ഈ മനസാക്ഷി മരവിപ്പിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്നത് ആരെന്ന ചോദ്യത്തിന് ആർക്കും അതിൽ നിന്ന് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ ഉത്തരം നമ്മൾ തന്നെ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. തീർച്ചയായും മനസാക്ഷി മരവിക്കുന്ന ഒരു നാടായി നമ്മുടെ കൊച്ചു കേരളം മാറുമ്പോൾ നമുക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല എന്നതാണ് ഷെക്കീന ഫയർ റൂമിന് പറയാനുള്ളത്. തീർച്ചയായിട്ടും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഡ്രഗുകളുമൊക്കെ നമ്മുടെ കുട്ടികളെ, സിനിമകൾ, ദൃശ്യങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ കുട്ടികളെ വലയിലാക്കുന്നൊരു കാലത്ത് തീർച്ചയായിട്ടും ജാഗ്രതയാണ് വേണ്ടത്. അത് മാതാപിതാക്കളിലൂടെയാകാം, അധ്യാപകരിലൂടെയാകാം, വൈദികരിലൂടെയാകാം, നമ്മുടെ സമൂഹം എന്ന സപ്പോർട്ട് സിസ്റ്റത്തിലൂടെയാകാം. പക്ഷേ എന്നിരുന്നാലും ഏതു വഴിയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു തലമുറയെ ഈ ഒരു കെടുതിയിൽ നിന്ന് കാത്തു പരിപാലിക്കേണ്ടത്, കാത്തു സംരക്ഷിക്കേണ്ടത്, ചേർത്തു പിടിക്കേണ്ടത് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിനൊരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഷെക്കീന ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.